11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ICC കിരീടത്തിൽ മുത്തമിടാൻ ടീം ഇന്ത്യക്കാവുമോ? ആ ചോദ്യത്തിന് നാളെ ഉത്തരം കിട്ടും. സുവർണ തലമുറയുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ തോളേറ്റിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ലോകം ജയിച്ചു മടങ്ങുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. ഫൈനൽ വരെയുള്ള ഇന്ത്യൻ കുതിപ്പിന് 100-ൽ 100 മാർക്കും നൽകേണ്ടത് നായകൻ രോഹിത് ശർമ്മയ്ക്കാണ്. നിറം മങ്ങിയ IPL സീസണിന് ശേഷം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് അടിമുടി മാറിയ നായകനെയാണ്. ക്യാപ്റ്റൻസി കൊണ്ടും ബാറ്റിംഗ് മികവ് കൊണ്ടും രോഹിത് നിറഞ്ഞു നിന്നു. സ്ലോ സ്കോറിംഗ് പിച്ചുകളായ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും വിജയം കണ്ടത് നായകൻ എന്ന നിലയിൽ രോഹിത്തിന്റെ തന്ത്രങ്ങളായിരുന്നു. പ്രത്യേകിച്ചും സാഹചര്യത്തിനനുസരിച്ചുള്ള ബൗളിംഗ് ചേഞ്ചുകൾ. സെമി ഫൈനൽ മാത്രമെടുത്താൽ മതി രോഹിത്തിലെ തന്ത്രജ്ഞനെ തിരിച്ചറിയാൻ. അക്സർ പട്ടേലിനെയും കുൽദീപിനെയും ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻ ഗയാനയിലെ വേഗം കുറഞ്ഞ പിച്ചിൽ മാരകമായി മാറി. ഫോമിനുള്ള രോഹിത്തിനോളം മനോഹരമായൊരു കാഴ്ച ഇന്ന് ലോക ക്രിക്കറ്റിൽ വേറെയില്ല. ഈ ലോകകപ്പ് അത് ഒരിക്കൽ കൂടി അടിവരയിട്ടു. ഓസീസിനെതിരായ സൂപ്പർ 8 പോരാട്ടം മാത്രം മതിയായിരുന്നു രോഹിത് ആരാധകരുടെ മനം നിറയ്ക്കാൻ. അപ്പോഴും വിമർശിക്കപ്പെടേണ്ട ചിലതുണ്ട്. ഫോമിന്റെ 7 അയലത്ത് പോലും ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് വിരാട് കോഹ്ലി ഓപ്പണിംഗ് സ്ഥാനത്ത് തുടർന്നു? യശസ്വി ജയ്സ്വാളിനെ പോലൊരു മികച്ച ഓപ്പണർ എന്തുകൊണ്ട് കരക്കിരുന്നു? ലോക തോൽവിയായിട്ടും ശിവൻ ദുബൈക്ക് എന്തിന് തുടരവസരങ്ങൾ നൽകി? ഒരിക്കലെങ്കിലും സഞ്ജു സാംസന് പ്ലേയിങ് 11-ൽ ഇടം നൽകാമായിരുന്നില്ലേ? തുടർ ജയങ്ങളുടെ മറവിൽ ഈ ചോദ്യങ്ങൾ മറഞ്ഞുപോയി എന്നതാണ് യാഥാർത്ഥ്യം. ഈ ലോകകപ്പ് ഇന്ത്യൻ ആരാധകരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വിരാട് കോഹ്ലി ഇനി ഇന്ത്യൻ 2020 ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ്. എന്നും മഴ ദൈവങ്ങൾ ചതിക്കാറുള്ള ദക്ഷിണാഫ്രിക്ക പക്ഷേ ഇത്തവണ ചരിത്രം തിരുത്തിയാണ് കലാശക്കളിക്ക് ഇടം പിടിച്ചത്. വമ്പൻ താരങ്ങൾ കളമൊഴിഞ്ഞതോടെ പഴമയുടെ നിഴലായിപ്പോയ ദക്ഷിണാഫ്രിക്കയുടെ തിരിച്ചുവരവാണ് ഇത്തവണ കണ്ടത്. ആദ്യ റൗണ്ടിൽ തപ്പിത്തടഞ്ഞെങ്കിലും സൂപ്പർ 8-ൽ അവർ കളം പിടിച്ചു. എന്നും ലോക നിലവാരമുള്ള കളിക്കാരുണ്ടായിട്ടും ദുരന്ത നായകരായി മടങ്ങേണ്ടി വന്ന ചരിത്രമാണ് ലോകകപ്പുകളിൽ ആഫ്രിക്കൻ സംഘത്തിൻ്റെത്. പലപ്പോഴും മഴയും ദൗർഭാഗ്യങ്ങളും അവർക്ക് തിരിച്ചടിയായി. 1992 ലോകകപ്പ് സെമിയിൽ തുടങ്ങിയതാണ് നിർണായക ഘട്ടത്തിലെ ആഫ്രിക്കൻ ദുരന്തം. 2023 ഏകദിന ലോകകപ്പ് സെമി വരെ ആ ദൗർഭാഗ്യം അവരെ വേട്ടയാടി. പക്ഷേ 2024 ദക്ഷിണാഫ്രിക്ക ആദ്യമായി സെമിയിൽ ചിരിച്ചു. അഫ്ഗാനെ എറിഞ്ഞിട്ട് രാജകീയമായി ഫൈനലിലേക്ക്. ഒരു മത്സരത്തിനപ്പുറം ചരിത്രം അവരെ കാത്തിരിക്കുന്നുണ്ട്. ആര് ജയിച്ചാലും തോറ്റാലും അഫ്ഗാനിസ്ഥാനാണ് ഈ ലോകകപ്പിന്റെ രാജാക്കന്മാർ. കരുത്തന്മാർക്ക് കാലിടറിയപ്പോൾ കൂട്ടായ്മയുടെ കരുത്തിൽ സെമിയിലെത്തിയ അഫ്ഗാൻ വരും കാലം തങ്ങളുടേതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ചോര പൊടിയുന്ന മണ്ണിൽ നിന്നാണ് ആ മനുഷ്യർ ക്രിക്കറ്റ് കളിക്കാനെത്തിയത്. സമാധാനമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത ഒരു സംഘം മനുഷ്യർ ജീവിത ദുരിതങ്ങൾ മറയ്ക്കാൻ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. അവരിതാ ലോകം ജയിച്ചിരിക്കുന്നു. കളിക്കളത്തിന്റെ അതിരുകൾ മായുന്ന മധുരം. അഫ്ഗാന് ബിഗ് സല്യൂട്ട്.